നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. തിങ്കളാഴ്ച ആരംഭിച്ച ഈ മാസം 25-നാണ് പരീക്ഷ സമാപിക്കുക. പതിവ് പോലെ ആദ്യ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. കോഴിക്കോട് നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് സമ്മേളനത്തിന്റെ കൊടിയിറക്കം. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തെരഞ്ഞെടുത്തു. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കൌൺസിൽ സബ് കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ കുന്നംകുളത്തെ നഗരസഭാ കെട്ടിടങ്ങളുടെ ഭൌതിക സാഹചര്യവും കച്ചവട സൌഹാർദ്ദ അന്തരീക്ഷവും പരിശോധിക്കും. തീരുമാനം ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിന്റേത്. വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SSC മോർച്ച പ്രവർത്തകർ പന്തംകുളത്തി സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ഒന്നാം ഭാഷയായ മലയാളം പരീക്ഷയോടെയാണ് ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായത്. തിങ്കളാഴ്ച ആരംഭിച്ച് ഈ മാസം 25-നാണ് പരീക്ഷ സമാപിക്കുക. പതിവ് പോലെ ആദ്യ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. ഈ വർഷം രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷാ സമയം. ഈ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് 4,27,105 വിദ്യാർത്ഥികൾ 2,971 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ എഴുതുന്നത്. 6-ാം തീയതി ഇംഗ്ലീഷ്, 11-ാം തീയതി ഗണിതശാസ്ത്രം, 13-ാം തീയതി മലയാളം സെക്കൻഡ്, 15-ാം തീയതി ഊർജ്ജതന്ത്രം, 18-ാം തീയതി ഹിന്ദി, 20-ാം തീയതി രസതന്ത്രം, 22-ന് ജീവശാസ്ത്രം, 25-ന് സോഷ്യൽ സയൻസ് എന്നിങ്ങനെയാണ് പരീക്ഷാ ടൈം ടേബിൾ. രാവിലെ 9:15 മുതൽ 9:30 വരെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കൂൾ ടൈം ആയിരുന്നു. തുടർന്ന് ചോദ്യപേപ്പർ വിതരണം ചെയ്തതോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ആരംഭിച്ചു. ആദ്യ ദിനം മലയാളം പരീക്ഷയായതിന്റെ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ പരീക്ഷ എഴുതിയത്. പരീക്ഷയ്ക്കായി ഒരുങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പരീക്ഷാ ഹാളുകളിലേക്ക് പ്രവേശിച്ചത്. 11:15-ന് പരീക്ഷ അവസാനിച്ച് ബെല്ലടിച്ചതോടെ കുട്ടികൾ പരീക്ഷാ ഹാളിന് പുറത്തിറങ്ങി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞതായും പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കുഴപ്പമില്ല, എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതെ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച പരീക്ഷയില്ല. ബുധനാഴ്ച ഇംഗ്ലീഷ് പരീക്ഷ നടക്കും. 25-ന് അവസാനിക്കുന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടക്കും. ഗൾഫിൽ 8 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്. മറ്റു ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് 18 മുതൽ 26 വരെയായിരിക്കും നടത്തുക. ഹൈസ്കൂൾ ഉൾപ്പെട്ട LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 5 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക. CCTV ന്യൂസ്, കേച്ചേരി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെ നേതൃത്വത്തിൽ കടുത്ത ചൂടിൽ പരീക്ഷയ്ക്കെത്തിയ കുട്ടികൾക്ക് ശീതളപാനീയം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ AK സുബൈറാണ് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാരങ്ങ വെള്ളവും സംഭാരവും വിതരണം ചെയ്തത്. പ്രശസ്ത മോട്ടിവേറ്റർ ജാബിർ സിദ്ദിഖും സ്ഥലത്തുണ്ടായിരുന്നു. കോഴിക്കോട് നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് 14ാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. സിഒയുടെ പുതിയ പ്രസിഡന്റായി പ്രവീൺ മോഹനനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തെരഞ്ഞെടുത്തു. പ്രവീൺ മോഹൻ പ്രസിഡന്റ്, PB സുരേഷ് ജനറൽ സെക്രട്ടറി, ബിനു ശിവദാസ് ട്രഷറർ, M മൻസൂർ, ജ്യോതികുമാർ VS എന്നിവർ വൈസ് പ്രസിഡന്റ്, PS സിബി, നിസാർ കോയപ്പറമ്പിൽ എന്നിവർ സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് സിഒയുടെ പുതിയ ഭാരവാഹികൾ. ഇവരുൾപ്പെടെ 16-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായി 3 ദിവസത്തോളമായി നടന്ന 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് പരിസമാപ്തിയായത്. ചെറുകിട കേബിൾ TV രംഗത്തിന് പുറമെ ടൂറിസം, IT, കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി.
കേബിൾ ടി വി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന പ്രമേയം പാസാക്കി. കർഷക സമരത്തിന് സിഒഎ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം. വന്യമൃഗശല്യം തടയണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. കോർപ്പറേറ്റുകൾക്ക് ജനകീയ പദവിയൊരുക്കാൻ കേരള വിഷൻ എന്ന ബ്രാൻഡിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും ടൂറിസം, IT, കാർഷിക മേഖലകളിലേക്ക് സിഒഎ കടന്നുവരുമെന്നും പുതിയ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. അവിടെ അതിന് ശക്തമായ ബദലൊരുക്കി നിൽക്കുന്ന ഒരു പാരമ്പര്യം സിഒഎ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങളുടെ പരമ്പരാഗത ഒരു ബിസിനസ് രംഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് രംഗത്തു നിന്നും കുറച്ചുകൂടി മാറി കേരളത്തിന്റെ പുതിയ സംരംഭങ്ങളായ ടൂറിസം രംഗത്തേക്കും അതേപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിംഗ് രംഗത്തേക്ക് അടക്കം കേരള വിഷൻ കടന്നുവരും. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. അത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് വ്യക്തമാക്കി. കോർപ്പറേറ്റുകളുടെ ശക്തമായിട്ടുള്ള കടന്നാക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ നിലവിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് അവരുടെ ഭാവി പ്രവർത്തനത്തിന് വലിയ തോതിൽ അത് തടസ്സമായി വരും. അപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ അതുപോലെ സാധ്യമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തി കോർപ്പറേറ്റുകൾക്ക് സംരംഭങ്ങൾ വഴി തന്നെ ജനകീയ ബദലൊരുക്കുമെന്നും ചെറുകിട കേബിൾ TV മേഖലയെ സംരക്ഷിക്കുമെന്നും സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു. നിരവധി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന തരത്തിലുള്ള വലിയ മാളുകളുടെ പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെറുകിട കച്ചവട മേഖലകൾക്കാകമാന ഊർജ്ജം നൽകുന്ന, സംരക്ഷണം നൽകുന്ന ഒരു രീതിയിലേക്കാവും സിഒഎ ഇനി കടക്കുക. ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാകുന്ന ഒരു ബദൽ സംവിധാനം ഈ ഇൻഡസ്ട്രിയിൽ നടപ്പാക്കിയ സിഒഎ ഇനി ചെറുകിട കച്ചവട മേഖലകൾക്കാകമാനം ഒരു സംരക്ഷണം നൽകുന്ന, ഒരു ഊർജ്ജം നൽകുന്ന പ്രവർത്തനത്തിന് തന്നെയാണ് ഊന്നൽ നൽകുന്നത്. സ്വാഗത സംഘം ചെയർമാൻ CP മുസാഫർ അഹമ്മദ്, അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, PSCB, നിസാർ കോയപ്പറമ്പിൽ, KV ജയകൃഷ്ണൻ, K ഗോവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCTV. മരത്തംകോട് അമ്പലം പള്ളിക്ക് സമീപം കുഴൽക്കിണർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇഞ്ചിക്കുന്ന് സ്വദേശി കരുവാങ്ങത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള അജിത്തിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ കാർ ഡ്രൈവറെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് BS സുനിൽകുമാറിന്റെ പ്രചരണ പര്യടനത്തിന് ചൂണ്ടൽ, കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ തുടക്കമായി. ആദ്യകാല നേതാക്കളെയും പഴയകാല പ്രവർത്തകരെയും സന്ദർശിച്ചാണ് പര്യടനത്തിന് തുടക്കമായത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ സ്മൃതി കുടീരത്തിലും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ KK കേശവൻ, PN സുഗുദേവൻ എന്നിവരുടെ വീടുകളിലും കാർലി മനയിലും മറ്റം അസംഷൻ കന്യാസ്ത്രീ മഠത്തിലും സന്ദർശനം നടത്തി. തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ പെരുമണ്ണ് മേഖലയിൽ മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന KP അരവിന്ദാക്ഷന്റെ തറവാട്ട് വീട്ടിലും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുൻകാല പ്രവർത്തകൻ MI ഹംസയുടെ വീട്ടിലുമാണ് സുനിൽകുമാർ സന്ദർശനം നടത്തിയത്. കണ്ടാണിശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ഇടതുമുന്നണി പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രവർത്തകരെ കാണാനെത്തിയ സുനിൽകുമാറിനെ സ്വീകരിച്ചത്. മുരളി പെരുന്നെല്ലി MLA, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, TV ഹരിദാസൻ, CPI ജില്ലാ നേതാക്കളായ PS ജയൻ, രാകേഷ് കണിയാംപറമ്പിൽ, VR മനോജ് കുമാർ, ഇടതുമുന്നണി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും തൃശൂർ മണ്ഡലം ഇടതുമുന്നണി തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്നും സുനിൽകുമാർ CCTVയോട് പറഞ്ഞു. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി പാർലമെൻറ്റിനകത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ 2024 ഇലക്ഷനിൽ മഹാഭൂരിപക്ഷം
സീറ്റുകളിലും LDF ജയിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ 3 പാർലമെന്റ് മണ്ഡലങ്ങളും ഇത്തവണ LDF തിരിച്ചു പിടിക്കും. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇടതുപക്ഷത്തിന് മാത്രമേ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയൂവെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ BJPക്കെതിരായി ഉയർന്നു വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും റോള് ഒരുപോലെ തന്നെയാണ്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാളും റിലയബിൾ ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള, മതേതരത്വത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി ഏറ്റവും സ്റ്റബേൺ നിലപാട് സ്വീകരിക്കുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ MP-മാർ തന്നെയാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ BJPക്ക് പ്രസക്തിയില്ലെന്നും മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ഇവിടെ എത്രമാത്രം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയാലും, അതായത് ഇപ്പോൾ BJP ഇവിടെ മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ്, ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടല്ല. അത് 2 കാര്യമാണ്. ഒന്ന് വർഗീയതയും, ഒന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയവും. അതോടൊപ്പം കോർപ്പറേറ്റുകളുടെ പണമാണ് BJPയെ നയിക്കുന്നത്. ഇവിടുത്തെ MP എന്ന ആൾ പറയുന്നൊരു കാര്യം അത് വസ്തുതാപരമല്ല. 2019 അദ്ദേഹം മത്സരിച്ച് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം 1-ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ഇടതുപക്ഷം 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ കോൺഗ്രസ് അടക്കം ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന BJP അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളർന്ന് 2-ാമത്തെ സ്ഥാനത്ത് എത്തിയതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടെന്നും കൂടി മനസ്സിലാക്കണം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ മഞ്ചുളാൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും പരിക്കേറ്റു. പാടൂർ കാര്യാട്ട് ശ്രീധരൻ, മകൻ റിച്ചൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കൌൺസിൽ സബ് കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ കുന്നംകുളത്തെ നഗരസഭാ കെട്ടിടങ്ങളുടെ ഭൌതിക സാഹചര്യവും കച്ചവട സൌഹാർദ്ദ അന്തരീക്ഷവും പരിശോധിക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കെട്ടിടങ്ങളുടെ വാടക ഇനത്തിലും ലൈസൻസ് ഫീസിലും 5% വർധനവ് വരുത്തണമെന്ന് നഗരസഭാ സെക്രട്ടറിയുടെ കുറിപ്പ് ചർച്ചയ്ക്കെടുത്തപ്പോൾ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷാണ് ആവശ്യമുന്നയിച്ചത്. വർധനവിന് മുൻപായി മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിച്ച് ആവശ്യമായവയിൽ മാത്രമേ വർധനവ് നടത്താവൂ എന്നും സുരേഷ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഴുവൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തി സബ് കമ്മിറ്റി രൂപീകരിച്ചത്. നഗരസഭയുടെ ആധുനിക അറവുശാലയുടെ നിർമ്മാണത്തിന് 7 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കിഫ്ബിക്ക് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു. വനിതാ സംരംഭങ്ങൾക്ക് 13,84,503 രൂപ സബ്സിഡിയായി അനുവദിക്കും. 5 സംരംഭങ്ങൾക്കായാണ് തുക നൽകുക. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോൾ കിടപ്പുരോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇവരുടെ വീടുകളിലെത്തി ഇവ നിർവഹിക്കുന്നതിനുള്ള അവസരമൊരുക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ, PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, KK മുരളി, ഗീതാ ശശി, ബിജു C ബേബി, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPM ഭരണത്തിലുള്ള കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം. തിങ്കളാഴ്ച രാവിലെ 11-ന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ നിര്യാണത്തിൽ കൌൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചപ്പോഴാണ് കൌൺസിലർ ലബീബ് ഹസൻ SFI വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന് യോഗം അനുശോചനം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇതേ തുടർന്ന് ബഹളം ഉണ്ടായെങ്കിലും വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ദേവസ്വം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്ക് യൂണിഫോം നിർബന്ധമാക്കുന്നു. വാച്ച്മാൻ, റൂം ബോയ് തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും താൽക്കാലിക ജീവനക്കാർക്കും യൂണിഫോം ഏർപ്പെടുത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിലെ ജീവനക്കാർക്കാണ് യൂണിഫോം നൽകിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KR ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഗസ്റ്റ് ഹൌസുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, DAM രാധ, യൂണിഫോം വഴിപാട് ചെയ്ത പൊള്ളാച്ചി സ്വദേശികളായ ചെന്താമര, കാളിമുത്തു, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച പാഞ്ചജന്യം റെസ്റ്റ് ഹൌസിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് മുറി നൽകി തുടങ്ങും. 2 ദിവസത്തിനകം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വരുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. നവീകരണം പൂർത്തിയാക്കിയ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് കഴിഞ്ഞ ജനുവരി 21-ന് മന്ത്രി K രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. CCTV ന്യൂസ്, ഗുരുവായൂർ.
സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ഇടപെടലിലൂടെ കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഭക്തർ തിരിച്ചടി നൽകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ പറഞ്ഞു. കപ്ലിയങ്ങാട് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ നാമജപ പ്രതിഷേധ യാത്രയുടെ സമാപന പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. മനുഷ്യർ ഭരിക്കുന്ന ആരാധനാലയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. അത് മുതലെടുത്ത് ക്ഷേത്രങ്ങളെല്ലാം കാൽച്ചുവട്ടിലേക്ക് ഞെരുക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ശക്തമാകുമെന്നും ശശികല കൂട്ടിച്ചേർത്തു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. RSS ഗുരുവായൂർ ജില്ലാ സഹസമ്പർക്ക് പ്രമുഖ് CS രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി. ഭക്തജന കൂട്ടായ്മ പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ, ധനീഷ് താമരശ്ശേരി, മാതൃസമിതി അംഗം നിർമ്മല മണികണ്ഠൻ, പ്രജീഷ് മടപ്പാട്ടിൽ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് TMK റീജൻസി പരിസരത്ത് നിന്ന് ആരംഭിച്ച നാമജപ യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ആ ക്ഷേത്ര സ്ഥലങ്ങളൊക്കെ അന്യാധീനപ്പെടുന്നതിന് കൂട്ടുനിന്നവർ ഇന്ന് ക്ഷേത്രം ഭരിക്കാൻ വരുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോലീസിന്റെ സന്നാഹത്തോടുകൂടി കടന്നു വരുന്നതെങ്കിൽ കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ കേസ് പ്രശ്നമല്ലാണ്ടാണ്. ഇപ്പൊ 1000-ഓളം ഉണ്ട്. ഇനിയിപ്പൊ അതിന്റെ പുറത്ത് ഒരു കേസും കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പച്ചയ്ക്ക് പറയട്ടെ, വന്ന കോലത്തിൽ തിരിച്ചു പോവില്ല എന്നുള്ളത്. വന്ന കോലത്തിൽ തിരിച്ചു പോകില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അത്രയും ഗതികെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. പെങ്ങമുക്ക് പഴയ പള്ളിയുടെ കീഴിലുള്ള സെമിത്തേരി ചാപ്പലിലെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി വിശ്വാസികളുടെ പൂർവികരുടെ കല്ലറകൾ തകർത്തുവെന്ന് പരാതി. ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മറുവിഭാഗം നടത്തുന്നതെന്ന് യാക്കോബായ വിശ്വാസികൾ ആരോപിച്ചു. കോടതി അഡ്മിനിസ്ട്രേറ്ററുടെ ഒത്താശയോടെ പെങ്ങാമുക്ക് പഴയ പള്ളിയുടെ കീഴിലുള്ള സെമിത്തേരി ചാപ്പലിലെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെട്ട മരം മുറിയിലൂടെയാണ് പൂർവികരുടെ കല്ലറകൾ നശിപ്പിക്കപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ഇതിനെതിരെ യാക്കോബായ വിഭാഗം വിശ്വാസികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടവക ഭരണസമിതിയും അറിയിച്ചു. പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടി. പുലർച്ചെയായിരുന്നു സംഭവം. ഒരാൾക്ക് പരിക്ക്. പട്ടാമ്പി നേർച്ച കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയത്. ഓട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു. പുലർച്ചെ 4:30 സംഭവം. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ചതിനു ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോകുകയായിരുന്ന മലപ്പുറം അക്കാരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത്. പാപ്പാന്മാർ അല്പം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്നും താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന ഓടിയതെന്നാണ് പാപ്പാമാർ പറയുന്നത്. ഇരുട്ടായതിനാൽ ആദ്യം ആന എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല. പിന്നീട് അമ്പാട് നിന്നും ആനയെ കണ്ടെത്തി. എന്നാൽ ഓട്ടത്തിനിടെ ആന വ്യാപക നാശനഷ്ടം വരുത്തിവെച്ചു. 4 പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു. ഇതിൽ 2 ചത്തു. കൂടാതെ ഒരു കടയും പശുത്തൊഴുത്തും ഓട്ടോറിക്ഷയും വീടും നശിപ്പിച്ചിട്ടുണ്ട്. ആന വന്നത് ഇവിടേക്ക് ഓടി. അപ്പം ഞാൻ കട തുറന്ന് മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ആന കടേൻ്റെ ഉമ്മർത്ത് വന്ന് സർവത്തുമേശയെല്ലാം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടേൻ്റെ സൈഡിൽ കൂടെ കയറി തട്ടുകടയൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്ന് പിന്നെ ഇവർ ലൈറ്റിട്ട് സൗണ്ട് കേട്ടപ്പോൾ ആന അങ്ങനെ കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി 2 പശു. ഒന്നുമില്ല. അത് പാപ്പന്മാർ അവരെ പറയേണ്ട ഇടച്ചങ്ങലിയില്ല മേച്ചങ്ങലിയില്ല കഴുത്തിലൊന്നും കാട്ടാന പോലെയാവും. അതാണ് അവർ പാപ്പന്മാർ. 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 2 പേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത്. ഉള്ളിക്ക് ഓടിയ രക്ഷ ഞാൻ ഓടി അങ്ങനെ ആന പറഞ്ഞ ഉള്ളിക്ക് ഓടിയത് ആന എടുത്ത മാലടച്ചതും നമ്മുടെ സർവത്ത് മേശനെ തൂക്കി എറിഞ്ഞു. അധികം കൊമ്പൊന്നുമില്ല, ചെറിയ കൊമ്പാണ്. തമിഴ്നാട് സ്വദേശിയായ വ്യക്തിയും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പലരും തലനാഴിയിലേക്കാണ് രക്ഷപ്പെട്ടത്. കുന്നംകുളത്തു നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി 7:30 ആനയെ തളയ്ക്കാനായത്. പാലക്കാട് സൗത്ത് കുഴൽമന്ദം പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ഉപ ആഘോഷ കമ്മിറ്റികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കുണ്ട്. പട്ടാമ്പി നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് 7 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആഘോഷ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിനിടെ പോലീസുകാരനടക്കം 10ഓളം പേർക്ക് പരുക്കും പറ്റിയിട്ടുണ്ട്. പരുക്ക് പറ്റിയ പോലീസുകാരനെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പോലീസ് ലാത്തിയും വീശി. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരുണ്ടെന്നും വീഡിയോ പരിശോധിച്ച് മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കുമെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു.
കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇരു യുവാങ്ങൾ തമ്മിൽ വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായത്. എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയ്ക്ക് നേരെയും ആഘോഷക്കാർ തിരിഞ്ഞത് ആനയും വിരണ്ടോടാൻ ഇടവരുത്തി. എരുമപ്പെട്ടി വെള്ളറക്കാട് ആദൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഗ്നിബാധ. ആദൂർ സ്കൂളിന് സമീപം ചീരൻ സിറിലിന്റെ 15 ഏക്കർ വരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. അടിക്കാടും പാഴ്മരങ്ങളും കത്തിനശിച്ചു. സ്കൂളിന് സമീപത്തേക്കും ജനവാസ കേന്ദ്രത്തിലേക്കും തീ പടർന്നു പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി, ഗിന്നസ് സത്താർ ആദൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും കുന്നംകുളം വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് തീയണച്ചത്. ചങ്ങരംകുളം മൂക്കുതല ശ്രീ കാഞ്ഞിയൂർ കരുവാട്ട് അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിലെ പൂരം തിങ്കളാഴ്ച ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. വൈകിട്ട് പ്രാദേശിക പൂരാഘോഷ വരവുകൾ ആരംഭിച്ചു. ശിങ്കാരി, തമ്പോലം, തെയ്യം എന്നിവയും ക്ഷേത്രത്തിലെത്തി. രാത്രി മുക്ക് ഓഫ് പൂങ്കാവനം കമ്മിറ്റിയുടെ ഗാനമേളയും ഉണ്ടായി. ലാസറസ് റമ്പാൻ കോർ എപ്പിസ്കോപ്പ കാനഡയിൽ നിര്യാതനായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ UK, യൂറോപ്പ്, കാനഡ ഭദ്രാസനങ്ങളുടെ അധിപനായിരുന്ന ഡോക്ടർ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പൊലിത്തയുടെ സഹോദരൻ ലാസറസ് റമ്പാൻ കോർ എപ്പിസ്കോപ്പ കാനഡയിലാണ് നിര്യാതനായത്. സംസ്കാര ശുശ്രൂഷ പിന്നീട് മാതൃ ഇടവകയായ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഐരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ നടക്കും. ഐരൂർ കുറ്റിക്കണ്ടത്തിൽ കുടുംബാംഗമായ ലാസറസ് റമ്പാൻ കോർ എപ്പിസ്കോപ്പ കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 6ാം വാർഡിൽ മങ്ങാട് പള്ളിമേപ്പുറം പ്രദേശത്ത് നടക്കുന്ന അനധികൃത കരിങ്കൽ ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർ തയ്യാറായില്ലെന്നാരോപിച്ച് BJP നേതാക്കൾ വില്ലേജ് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി, IT സെൽ കൺവീനർ വിഷ്ണു അമ്പാടി, എരുമപ്പെട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സ്മിനീഷ് കോട്ടപ്പുറം, ബൂത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. ഇതിനെ തുടർന്ന് വില്ലേജ് അധികൃതർ ക്വാറിയുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. നെല്ലുവായ് വില്ലേജ് സർവേ നമ്പർ 270/7 എന്ന സ്ഥലത്താണ് അനധികൃതമായ കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നത്. ഇതിനെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പ്രസ്തുത ക്വാറിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ പുറപ്പെടുവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് അധികൃതർ തയ്യാറായില്ലെന്നും ക്വാറി ഉടമയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അദ്ദേഹത്തിന് തക്കതായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വില്ലേജ് ഓഫീസർ അന്ന് തന്നിട്ടുള്ള ഉറപ്പ്. അതനുസരിച്ച് ഞങ്ങൾ നിന്നിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞു. ഇതുവരെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ ഒട്ടിക്കാനോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തയ്യാറായിട്ടില്ല. 500,000 കണക്ക് ലോഡ് കല്ലാണ് അവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അതിനെതിരെ ദൃസാക്ഷിയായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ചെന്ന് ഉദ്യോഗസ്ഥർ കണ്ടിട്ട് പോലും അതിന് യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ തയ്യാറാവണില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഇത് തഹസിൽദാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. RDO വിളിച്ചു പറയും. കാരണം എന്താ വെച്ചാൽ തഹസിൽദാർ പറഞ്ഞത് അവിടേക്ക് റിപ്പോർട്ട് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് എന്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ഒട്ടിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് BJPക്ക് ചോദിക്കാനുള്ളത്. പ്രതിഷേധ സമരത്തെ തുടർന്ന് തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ ഇന്ന് ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും വലിയ ബലിക്കല്ല്, പ്രദക്ഷിണ വഴി എന്നിവയുടെ സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭകാനന്ദ ധ്വജപ്രതിഷ്ഠ നടത്തി. ശിവഗിരി മഠത്തിലെ സ്വാമി ശ്രീനാരായണ പ്രസാദ്, സ്വാമി ജ്ഞാനതീർത്ഥ, സ്വാമി മുനീന്ദ്രനാഥ, ഗുരുപ്രഭാവാശ്രമാധിപൻ സ്വാമി അമേയാനന്ദ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബ്രഹ്മകലശ അഭിഷേകങ്ങൾ, ധ്വജദേവത ദിക്പാലക പ്രതിഷ്ഠ, വലിയ ബലിക്കൽ പ്രതിഷ്ഠ, പ്രദക്ഷിണ വഴി സമർപ്പണം, ശിവരാത്രി കൊടിയേറ്റം എന്നിവയും നടന്നു. സ്വാമി അമേയാനന്ദ, കൺവീനർ MK മുരളീധരൻ, KG ദിനേശ്, MK അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ശിവരാത്രി വരെ രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് കലാപരിപാടികളും ഉണ്ടാകും.
വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SSC മോർച്ച പ്രവർത്തകർ പന്തം കൊളുത്തി സമരം നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാൻകുന്ന് കോളനിയിലാണ് പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ സംഭരിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക്കിന് പുറമെ ചില്ലുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ടെന്നും കെട്ടിടത്തിനകത്തും പുറത്തും മാലിന്യ വസ്തുക്കൾ കൂട്ടിയിടുന്നത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും SC മോർച്ച പ്രവർത്തകർ പറഞ്ഞു. പ്ലാസ്റ്റിക് വസ്തുക്കൾ പറമ്പിലിട്ട് കത്തിക്കുന്നതായും നാട്ടുകാരും വാർഡ് മെമ്പറും പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ പെട്ടിട്ടുള്ള മണ്ണാങ്കുന്ന് പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു കേന്ദ്രമാണ് ഈ കാണുന്നത്. പക്ഷെ അത് കുറച്ച് നാളുകളായിട്ട് കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തിനെ കാണുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് പലതരത്തിലുള്ള പരാതികളും ഇവിടുത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ മുഴുവൻ ഒപ്പ് ശേഖരിച്ചിട്ട് ഒരു പരാതി കൊടുത്തിട്ടും പഞ്ചായത്തിന്റെ അധികൃതർ ഒരു തരത്തിലുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കാത്ത പക്ഷെ എത്രയും വേഗം തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ മാലിന്യം മുഴുവൻ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്വീകരിക്കും. പട്ടികജാതി വനിതകൾ തൊഴിൽ ചെയ്യുന്നതിനായി കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചതായും SC മോർച്ച പ്രവർത്തകർ പറയുന്നു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു പാരിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ണാൻകുന്ന് ബൂത്ത് പ്രസിഡന്റ് മിഥുൻ രാജ് അധ്യക്ഷനായി. MB ബിജേഷ്, VA മണികണ്ഠൻ, TO ദിലീപ്, TT മണികണ്ഠൻ, VK ശരത്ത് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നവതിയുടെ നിറവിലെത്തിയ മാസ്റ്റർക്ക് ശിഷ്യരും സുഹൃത്ത് സംഘവും ചേർന്ന് നൽകിയ സമാദരണ സദസ്സിലാണ് പുസ്തക പ്രകാശനം ചെയ്തത്. രുക്മണി റീജൻസിയിൽ നടന്ന സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഏറ്റുവാങ്ങി. P രാമൻ പുസ്തക പരിചയം നടത്തി. നഗരസഭാ കൌൺസിലർ KP ഉദയൻ, GK പ്രകാശൻ, പ്രസാദ് കാക്കശ്ശേരി, KK മനോജ്, നളിൻ ബാബു, IP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ജനു ഗുരുവായൂർ, MC സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ശനിയാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ 3ാം വാർഡ് കിഴക്കേപ്പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 15ഓളം പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ പിടികൂടിയത്. പ്രത്യേക പരിശീലനം നേടിയ 5 നായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് ഓടിക്കും. തുടർന്നാണ് വേട്ടക്കാർ 6ഓളം കാട്ടുപന്നികളെ വെടിവെച്ചത്. കൊന്ന പന്നികളെ അതേ വാർഡിൽ തന്നെ നിയമാനുസൃതമായി സംസ്കരിച്ചു. ഇതിനായി 4 ലക്ഷത്തോളം രൂപ കർഷകർ പിരിച്ചെടുത്താണ് വേട്ടക്കാർക്ക് നൽകിയത്. ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി. 2ാം ഘട്ടത്തിൽ 11ാം വാർഡിലെ പാടശേഖര സമിതി അംഗങ്ങൾ പന്നികളെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്. ചാലിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ ജനങ്ങൾക്കും കർഷകർക്കും കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും പലർക്കും പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. 2 വർഷം മുമ്പ് കാട്ടുപന്നികളുടെ രൂക്ഷമായ ആക്രമണം തടയാൻ സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയ അധികാര ഉത്തരവ് മെയ് മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പന്നിവേട്ട നടത്താൻ പ്രയാസം വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സംഭവസ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, റംല വീരാൻകുട്ടി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് P ലിംലി എന്നിവർ സന്ദർശിച്ചു. പന്നിശല്യം രൂക്ഷമായ അവസരത്തിൽ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കൃഷിഭവനും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും അതിൽ പ്രത്യേക അഭിനന്ദിക്കേണ്ട നമ്മുടെ വാർഡ് മെമ്പർ എല്ലാ വീരാൻകുട്ടിയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയും അവരെല്ലാവരും അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും പാടശേഖര സമിതികളും
എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 5-6 പന്നികളെ പിടിക്കാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരു ഭാഗമാക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളും നമുക്ക് പന്നി ശല്യം കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാൻ TT ശിവദാസൻ, മമിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സംഘാടക സമിതി ട്രഷറർ RV ഷെരീഫ്, ചിത്രകാരൻ ഗായത്രി, MC സുനിൽകുമാർ, KR ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി ഉഷപൂജ, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ദീപാരാധന, തായമ്പക തുടങ്ങിയ ചടങ്ങുകളോടെയാണ് ആറാട്ട് ഉത്സവം ആഘോഷിച്ചത്. 8ാം വിളക്ക് ദിവസമായ തിങ്കളാഴ്ച ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 6-ന് പള്ളിക്കുറുപ്പുണർത്തൽ, മുളയെടുക്കൽ, കാഴ്ചശീവേലി എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മേലേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പൂരം പുറപ്പാട് ആരംഭിച്ചു. തുടർന്ന് 3 മണിക്ക് കലാമണ്ഡലം കുട്ടിനാരായണൻ മദ്ദളത്തിലും കലാമണ്ഡലം സോമൻ തിമിലയിലും പ്രമാണിത്വം വഹിച്ച പഞ്ചവാദ്യം അരങ്ങേറി. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരങ്ങളും നാടൻ കലകളും കാളക്കളിയും കാവടിയാട്ടം, തെയ്യം എന്നിവയും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. 7:15-ന് ആറാട്ടുകുളി ചടങ്ങുകൾക്കും 8 മണിക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിലുള്ള ചെണ്ടമേളത്തിനും ശേഷം ഉത്സവത്തിന് സമാപനം കുറിച്ച് 10:15-ന് കൊടിയിറങ്ങും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AV വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ P രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ ഹരിശങ്കർ തുടങ്ങിയവർ ഉത്സവാഘോഷത്തിന് നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളുടെ അവതരണവും ഭക്തജനങ്ങൾക്കായി പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ചുണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ദേശവലത്ത്, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. 7ാം വിളക്ക് ദിനമായ ഞായറാഴ്ച രാത്രി 7:30-ന് ശ്രീകോവിലിനുള്ളിൽ നിന്നിറങ്ങി ആനപ്പുറത്തേറി ദേശവലത്തിനുള്ള പുറപ്പാടിനിറങ്ങിയ ശാസ്താവിനെ ക്ഷേത്രനടയിൽ പറവെച്ച് സ്വീകരിച്ചു. തുടർന്ന് ചോട്ടിലപ്പാറ, ട്യൂബ്ലൈറ്റ് റോഡ്, വെട്ടുകാട്, തായങ്കാവ്, പാറപ്പുറം, മേലേക്കാവ് വഴികളിലൂടെ ദേശപ്രദക്ഷിണം നടത്തിയ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ദേശവലത്തിനിറങ്ങിയ ശാസ്താവിന് വഴിയോരങ്ങളിലും ഭക്തരുടെ ഭവനങ്ങളിലും പറവെച്ച് സ്വീകരിച്ചു. 12:30-ന് വേട്ടവിളിയും തുടർന്ന് പള്ളിവേട്ടയും നടന്നു. 1 മണിക്ക് പള്ളിക്കുറുപ്പോടെ 7ാം വിളക്ക് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഉഷപൂജ, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ദീപാരാധന, തായമ്പക തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രത്തിൽ വ്യത്യസ്ത മേളങ്ങളോടെയായിരുന്നു ഉത്സവദിനങ്ങളിൽ ശീവേലി നടന്നുവന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AV വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ P രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ ഹരിശങ്കർ തുടങ്ങിയവർ ദേശവലത്ത്, വേട്ടവിളി, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് തുടങ്ങിയ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പട്ടികജാതി ക്ഷേമ സമിതി പോർക്കുളം ലോക്കൽ കൺവെൻഷൻ കുന്നംകുളം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ സുനിൽ, ജില്ലാ കമ്മിറ്റി അംഗം സുകുമാരൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KM നാരായണൻ, P അരവിന്ദാക്ഷൻ, ജയൻ, മേഖലാ വൈസ് പ്രസിഡന്റ് രാജീവ് മണികണ്ഠൻ, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജീവ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സന്ദീപ്, സജിത, പ്രജുഷ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം മേഖലാ സെക്രട്ടറി ഓമന ബാബു സ്വാഗതവും കുഞ്ഞൻ നന്ദിയും പറഞ്ഞു. പുന്നേർകുളം കിഴക്കേച്ചെറായി കൊഴപ്പാമഠത്ത് നിർമ്മാണം പൂർത്തിയായ ഗ്രാമവേദി സാംസ്കാരിക സമിതിയുടെ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. NK അക്ബർ MLA, KV അബ്ദുൽ ഖാദർ, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഗ്രീഷ്മ ഷനോജ്, അരുൺ, EP സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ മാമ്പഴം വർണ്ണക്കൂടാരം ഒരുക്കി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ സ്റ്റാർട്സ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരമാണ് മാമ്പഴം വർണ്ണക്കൂടാരം ഒരുക്കിയത്. ഹരിതോദ്യാനം, സംഗീത ഇടം, കരകൗശല ഇടം, പഞ്ചേന്ദ്രിയാനുഭവ ഇടം, നിർമ്മാണ ഇടം, ശാസ്ത്ര ഇടം, ഭാഷാവികസന ഇടം, ഇടം, കളിയിടം, കുഞ്ഞരങ്ങ്, ഗണിത ഇടം, വരയിടം, ഫർണിച്ചർ ഇടം എന്നിങ്ങനെ 13 ഇടങ്ങൾ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്.
മാമ്പഴം വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി. മുല്ലശ്ശേരി BRC പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ MP ശരത് കുമാർ, PM അബു, സുന്ദരൻ കരുമത്തിൽ, ലിസി വർഗീസ്, PTA പ്രസിഡന്റ് വർഷ സുഭാഷ്, പ്രധാനാധ്യാപകൻ K സജീന്ദ്രമോഹൻ, പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി പ്രകാരം അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാമ്പഴം വർണ്ണക്കൂടാരം ഒരുക്കിയത്. CCTV ന്യൂസ് കേച്ചേരി. വടക്കേക്കാട് നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഇടിച്ച് കാൽനട യാത്രക്കാരനടക്കം 2 പേർക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രക്കാരൻ വയലത്തൂർ സ്വദേശി തെക്കേക്കര വീട്ടിൽ നിഷ, കാൽനട യാത്രക്കാരൻ നായരങ്ങാടി കടവ് സ്വദേശി അണ്ടിക്കോട്ടിൽ വീട്ടിൽ ഷക്കീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. നായരങ്ങാടി കടവ് റോഡിൽ വെച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബുള്ളറ്റ് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 50 വീട്ടുമുറ്റ ക്ലാസുകളുടെ ഉദ്ഘാടനം വേലൂർ സൗഹൃദ നഗറിൽ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് നടന്നു. വായനശാല പ്രസിഡന്റ് PR മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സൗഹൃദ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാജേഷ് മാസ്റ്റർ, വായനശാല സെക്രട്ടറി VM മനേഷ്, എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ജയശ്രീ രാജേഷ് എന്നിവർ സംസാരിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ 58ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മിത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മാർത്തോമ സഭ കുന്നംകുളം ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയൻ പൂളക്കൽ, ഭദ്രാസന ട്രഷറർ ജിമോൻ മണലുകാലായിൽ, റവറന്റ് മാത്യു ബേബി, ദീനബന്ധു മിഷൻ ഡയറക്ടർ റവറന്റ് ഷൈമോൻ എലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ആർത്താറ്റ് മാർത്തോമ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. ദീനബന്ധു വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെയും സൺഡേ സ്കൂൾ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. 12ലധികം സാമൂഹികക്ഷേമ പദ്ധതികളാണ് മാർത്തോമ സഭയുടെ മിഷൻ ആക്ഷൻ സെന്ററായ ദീനബന്ധുവിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും പരിസര പ്രദേശങ്ങളിലും കടവരാന്തങ്ങളിലും മറ്റും അന്തിയുറങ്ങുന്നവർക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകി വിശപ്പടക്കുന്ന പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ പച്ചക്കറി വികസന മിഷൻ സഹായത്തോടെ കൃഷിബന്ധു എന്ന പേരിൽ ദീനബന്ധുവിൽ ആരംഭിച്ച നാച്ചുറൽ ഫാമിംഗ് രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ദീനബന്ധു സെയിൽസ് കൗണ്ടറിലൂടെയും വിവിധ ഇടവകകൾ വഴിയും വിപണനം നടത്തുന്നുണ്ട്. ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന നിർധനരായ രോഗികളെ സഹായിക്കുന്ന ദീനകാരുണ്യം പദ്ധതിയിലൂടെ രോഗികൾക്ക് എല്ലാ മാസവും 1000 രൂപയുടെ ഭക്ഷണ കിറ്റോ അല്ലെങ്കിൽ മരുന്നോ നൽകി വരുന്നുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ നഗരസഭ 1ാം വാർഡിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ, കൌൺസിലർമാരായ A സുബ്രഹ്മണ്യൻ, ബിബിത മോഹൻ, PT ദിനിൽ, പൂക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS റോസ്ലിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ്, MA ഷാഹിന തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ RMLP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ കരുതലിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും സ്നേഹസംഗമവും നടന്നു. നിർധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ പകുതി പണിത് ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന വീട് സ്കൂളിലെ അധ്യാപകനായ CJ ജിജുവിന്റെ കരുതലിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയത്. കഴിഞ്ഞ 31 വർഷമായി ജിജു ഈ സ്കൂളിലെ അധ്യാപകനാണ്. 2 വർഷം മുമ്പ് സ്കൂളിലെ കുട്ടികളുടെ ഭവന സന്ദർശനത്തിന് ഇടെയാണ് ജിജു സഹപ്രവർത്തകർക്കൊപ്പം വേലൂർ കുതിരപുരയ്ക്കു സമീപം താമസിക്കുന്ന മുല്ലയ്ക്കൽ അനിൽകുമാറിന്റെയും ശ്രീദേവിയുടെയും വീട്ടിലെത്തിയത്. ഇവരുടെ മകൻ അഭിമന്യു RMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അഭിമന്യുവിന്റെ ഏക സഹോദരി നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അനിൽകുമാറിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വീടിന്റെ താക്കോൽദാനവും സ്നേഹസംഗമവും ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, പ്രധാനാധ്യാപിക റീന തോമസ്, PTA പ്രസിഡന്റ് അബ്ദുൾ റഷീദ്,
AKSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദുമതി അന്തർജനം, മുൻ സംസ്ഥാന ട്രഷറർ KS ഭരദ്രാജ്, കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി CA ജയ്മോൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിദ്യ TV തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, വേലൂർ. കുന്നംകുളം ചിറളയം HCG UP സ്കൂളിൽ പറവകൾക്ക് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സെന്റോ HCC എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 100 പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. പ്രധാന അധ്യാപിക സിസ്റ്റർ അൻസ ജോസിന്റെ അധ്യക്ഷതയിൽ സെന്റനറി ആഘോഷ കമ്മിറ്റി ചെയർമാൻ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ CO ബിജു, പ്രോഗ്രാം കൺവീനർ MV ബിനീഷ് എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി വേനൽക്കാലത്ത് കുടിക്കാവുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്ത് വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന 100 തരത്തിലുള്ള ശീതളപാനീയങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശീതളപാനീയങ്ങൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. വേനൽക്കാല ബോധവൽക്കരണ നൃത്തശില്പവും അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ജാസിൻ P ജോബ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ ജസ്റ്റിന നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 13 വർഷത്തെ മധുരപ്രണയം ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ പൂത്തുലഞ്ഞു. വരനും വധുവും കൊടും തണുപ്പിൽ തണുത്തു വിറയ്ക്കുന്ന വിവാഹ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി. വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത ഈ വധൂവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊണ്ടരാംവളപ്പിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നത്. ഗുജറാത്ത് സ്വദേശിയും മുംബൈയിലെ സ്ഥിരതാമസക്കാരിയുമായ ആര്യവോറയാണ് വധു. ഇവർ നടിയും മോഡലും ബ്ലോഗറുമാണ്. മുംബൈയിൽ അയൽവാസികളായിരുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു. വീട്ടുകാർക്കും വിവാഹത്തിന് പൂർണ്ണ സമ്മതം. എങ്കിൽ വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായി ഇവരുടെ ലക്ഷ്യം. 6 ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ ഫെബ്രുവരി 21 മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹ നിശ്ചയം. 22 ചണ്ഡീഗഡിലേക്ക് യാത്രയായി. 24 ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി. ടിബറ്റിനും ഇന്ത്യയ്ക്കും ഇടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും 26 വിവാഹിതരായി. ഈ സമയത്ത് -25 ഡിഗ്രിയായിരുന്നു അന്തരീക്ഷ താപനില. തണുത്തുവിറച്ച് ഇവർ തീ കായുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 12,500 അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി. അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും അടക്കം 20 പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത്. ആര്യവോറയുടെ ഥാർ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘടപാത താണ്ടിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത്. ആര്യവോറയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിവാഹ ഫോട്ടോ പങ്കുവച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശംസകൾ ലഭിച്ചു. തണുത്തുറഞ്ഞ സ്പിതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിവാഹം നടക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിൽ വ്യത്യസ്തത തേടുന്നവർ ഇനി സ്പിതി താഴ്വര തേടിയെത്തുമെന്നാണ് കമന്റുകളിൽ നിറയുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി പ്രകാരം വനിതാ സംരംഭകത്വത്തിലുള്ള കളിമൺ നിർമ്മാണ യൂണിറ്റുകൾക്ക് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി ധനസഹായം വിതരണം ചെയ്തു. പരമ്പരാഗത കൈത്തൊഴിൽ ചെയ്തുവരുന്ന കളിമൺ നിർമ്മാണ യൂണിറ്റുകൾക്കാണ് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി ധനസഹായം നൽകിയത്. EK നായനാർ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബൈജു പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജി വേണു, PK അസീസ്, ശരത് രാമനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് 10ഓളം ഗ്രൂപ്പുകൾക്കാണ് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി സഹായം നൽകിയത്. പോർക്കുളം മാർ കുറിലോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിന്റെ പുതിയ കെട്ടിടവും സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ UP സ്കൂളിന് 7 ക്ലാസ് മുറികളോടുകൂടിയ പുതിയ കെട്ടിടമായി ബഹുമാനായ തിരുമേനി പറഞ്ഞു. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി വരികയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ സൗകര്യങ്ങളുള്ള സ്കൂൾ കെട്ടിടത്തിനുടമയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ. നമ്മുടെ സ്കൂളാണ് വലിയ നല്ല മനോഹരമായ സ്കൂളായി ഇത് രൂപപ്പെടുകയാണ് എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നും അടുത്ത വർഷം 20 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി നൽകുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് അധ്യക്ഷത വഹിച്ചു. താൻ പഠിച്ച ഈ സ്കൂൾ
ഇപ്പോൾ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ മികവുറ്റതായതിൽ അഭിമാനമുണ്ടെന്ന് സിറിൽ മാർ ബസേലിയോസ് പറഞ്ഞു. 5ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് അന്ന് പഠിക്കാൻ സാധിച്ചു. ഒരു 54-55 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും ഒക്കെ വളരെ മാറ്റങ്ങൾ വിധേയമായി. ഇപ്പോഴും നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ ഒരു സ്കൂളിന് ഒരു പുതിയ കെട്ടിടം, അതായത് പുതിയ ക്ലാസ് മുറികൾ പണിയണമെന്നുള്ളത്. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പിള്ളി, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ വൈദിക ട്രസ്റ്റി ഫാദർ പ്രിൻസ് ഐ കോലാടി, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ അൽമായ ട്രസ്റ്റി ബിനോയ് പി മാത്യു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, മാതൃസംഘം പ്രസിഡന്റ് ലത മണികണ്ഠൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹൻ റോയ്, സ്കൂൾ ലീഡർ അൽന ബി ചുങ്കത്ത്, പ്രധാനാധ്യാപിക പി എസ് ഷീല, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കോളർഷിപ്പ് വിതരണം, മികച്ച വിദ്യാർത്ഥിക്ക് പുരസ്കാര സമർപ്പണം എന്നിവ ഉണ്ടായി. സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് പ്രധാനാധ്യാപിക പി എസ് ഷീല 1 ലക്ഷം രൂപ നൽകി. PTA അംഗങ്ങളും അംഗനവാടി വിദ്യാർത്ഥികളും അണിനിരന്നുകൊണ്ട് വർണ്ണശബളമായ ഘോഷയാത്രയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ പീഡനത്തിനിരയാക്കി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ പ്രതിഷേധാഗ്നി നടത്തി. തുടർന്ന് നടന്ന യോഗം കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടുകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പുനേർകുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആൽത്തറയിൽ കുടിവെള്ള സംഭരണി സ്ഥാപിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ IK സച്ചിദാനന്ദൻ, MV ജോസ്, KM പ്രകാശൻ, VG ബാലകൃഷ്ണൻ, ഷാലിമാർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ ഓഫീസ് ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ വൈസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, വാർഡ് കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KB സത്താർ, ചാവക്കാട് റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് PV ബദ്രുദ്ദീൻ, ദൃശ്യ ഭാരവാഹികളായ KK ഗോവിന്ദദാസ്, R രവികുമാർ, VP ഉണ്ണികൃഷ്ണൻ, VP ആനന്ദൻ, അജിത് ഇഴുവപ്പാടി എന്നിവർ സംസാരിച്ചു. അഞ്ഞൂരിൽ സ്കൂട്ടറിനു കുറുകെ പൂച്ച ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരി കോട്ടപ്പടി പിള്ളക്കാട് സ്വദേശിനി ഓവാട്ട് വീട്ടിൽ വിദ്യയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ വയലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളത്തെ ദയ ആശുപത്രിയിലേക്ക് മാറ്റി. അഞ്ഞൂർ സൌത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപമായിരുന്നു അപകടം. പെങ്ങമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ 115ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാട്ടുകമ്പൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ മുഖ്യ സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകും. പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടക്കും. റമളാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വടക്കേക്കാട് കേരള മുസ്ലിം ജമാഅത്ത് SYS SSF പറയങ്ങാട് മഹല്ല് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റമളാൻ ബോധവൽക്കരണം നടത്തി. കല്ലിങ്ങൽ വിസ്ഡം സെന്ററിൽ റമളാനിന്റെ ആത്മീയ രഹസ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുറസാഖ് അസ്ഹരി പ്രഭാഷണം നടത്തി. മുഹമ്മദ് അലി വടുതല, ഹാഫിൽ മുഹമ്മദ് ജലാൽ, അൻവർ വടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടന്നു. ഇതിനായി 23,471 ബൂത്തുകളും 1,00,000-ഓളം ആരോഗ്യ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. വിശദാംശങ്ങളിലേക്ക്. പെരുമ്പടപ്പ് പുത്തൻപള്ളി KMM ഹോസ്പിറ്റലിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയർമാൻ ഷക്കീർ വെട്ടിലവളപ്പിൽ നിർവഹിച്ചു. റാസിൽ KP, ഷംസു, ആഷിഖ് CM, ഷഫീഖ് CC, ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം പൾസ് പോളിയോ പ്രോഗ്രാം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു.
വാർഡ് മെമ്പർ PS അലി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, LHI തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ പോളിയോ മുക്ത രാജ്യമാക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായി 2 തുള്ളിൽ കരുത്തേകം എന്ന പദ്ധതിയുടെ ചാവക്കാട് ബ്ലോക്ക് തല പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അഷിത നിർവഹിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ ഭാഗമായി തുള്ളിമരുന്നുകൾ നൽകുന്നത്. വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിത പൾസ് പോളിയോ ആവശ്യകതയെക്കുറിച്ച് വിശദീകരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK റഷീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, വാർഡ് മെമ്പർ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് CHC ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് ശശികല നന്ദിയും പറഞ്ഞു. ക്യാമ്പയിന് ജയജയമാരായ ഗിരീഷ്, അൻവർ, ഷെറീഫ്, അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞം നടന്നു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ 14 ബൂത്തുകളിലായാണ് വാക്സിൻ ലഭ്യമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോളിയോ ബൂത്ത് പ്രവർത്തനം വാർഡ് മെമ്പർ MS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. JPHN തസ്ലീമ, ആശാ വർക്കർ ചന്ദ്രവതി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചാലിശ്ശേരി കവുക്കോട് കുളത്താണി ശ്രീവിഷ്ണു ശാസ്താ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി 2 വാതിലുകൾ സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ നടന്ന സമർപ്പണ ചടങ്ങിൽ ന്യൂ ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി, വിജയൻ കരിപ്പാലി, ഷാജി കരിപ്പാലി, ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ദേവസ്വം പ്രസിഡന്റ് കീഴൂട്ട് ശങ്കരൻ നായർ എന്നിവർ ചേർന്ന് വാതിലിന്റെ താക്കോൽ ക്ഷേത്ര മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരിക്ക് കൈമാറി. ചടങ്ങിൽ മണി, രവി, പ്രകാശ്, സജി കുട്ടൻ, ശ്രീനി എന്നിവർ പങ്കെടുത്തു. വിപണി. വധൂവരന്മാരെ അണിയിച്ചൊരുക്കുന്നതിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ചെന്നൈയിലെ യോലോ സലൂൺ ഫോർ ഹിം ആൻഡ് ഹെർ എന്ന സ്ഥാപനത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചാരമുക്ക് റോഡിൽ MVK ജഹാസ് ആർക്കേഡ് എന്ന കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. സുബൈദ കുഞ്ഞുമോൻ നാട് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച യോലോ സലൂൺ തെന്നിന്ത്യൻ താരം വരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൾ ഖാദർ പൂളംതറയ്ക്കൽ, ഷഹീർ കണ്ടനാത്ത്, ഷമീർ കണ്ടനാത്ത്, മഷീദ് പൂളംതറയ്ക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മികവാർന്ന സേവനമാണ് യോലോ നൽകുന്നത്. ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വിദേശ പരിശീലനം നേടിയ ജീവനക്കാരുമാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിലായി 30% മുതൽ ഓഫറുകൾ 1 മാസത്തേക്ക് ലഭ്യമാണ്. നെയിൽ ആർട്ട്, നെയിൽ എക്സ്റ്റൻഷൻ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗവും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9994755137 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ കാലം ചെയ്ത യൗസേപ്പ് മാർ അത്താനാസിയോസ് മിത്രാപൊലിത്തയുടെ 126ാമത് ഓർമ്മ പെരുന്നാൾ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയിൽ ആചരിച്ചു. മധ്യാഹ്ന നമസ്കാരത്തിന് ശേഷം സിറിൽ മാർ ബസേലിയോസ് മിത്രാപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും കൈമുത്തും നടന്നു. തുടർന്ന് നേർച്ചയുമുണ്ടായി. വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ് സഹകാർമ്മികനായി. സെക്രട്ടറി വിവേക് വടക്കന്റെ നേതൃത്വത്തിൽ ഇടവക കമ്മിറ്റി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പരീക്ഷാ ചൂടിൽ കുളിരേകി അക്കിക്കാവ് മോളിക്യൂൾ അക്കാദമി. അക്കിക്കാവ് സ്കൂൾ പ്രിൻസിപ്പൽ രാജൻ മാസ്റ്റർക്ക് മോളിക്യൂൾ അക്കാദമി പ്രിൻസിപ്പൽ വിമൽ മാസ്റ്റർ തണ്ണീർമത്തൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നിരവധി ബസ് യാത്രികർക്കും പരീക്ഷാ ഡ്യൂട്ടിക്ക് എത്തിച്ചേർന്ന അധ്യാപകർക്കും ബസ് കാത്തിരിപ്പുകാർക്കും SSLC പരീക്ഷ എഴുതി മടങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ശീതള പാനീയം നൽകി. മോളിക്യൂൾ അക്കാദമി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി വിഷ്ണു മാസ്റ്റർ, സയൻസ് മേധാവി വിപിൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ ജ്യോതി, ദിൽന, സഞ്ജയ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5835 രൂപ, പവന് 46,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറയങ്ങാടി പുലിക്കോട്ടിൽ ലിസി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് റിട്ടയേർഡ് സെക്രട്ടറി കൊച്ചുണ്ണിയാണ് ഭർത്താവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. തിങ്കളാഴ്ച ആരംഭിച്ച് ഈ മാസം 25-നാണ് പരീക്ഷ സമാപിക്കുക. പതിവ് പോലെ ആദ്യ പരീക്ഷ കുട്ടികളെ വലച്ചില്ല. കോഴിക്കോട് നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതി ഒരുക്കിയാണ് സമ്മേളനത്തിന്റെ കൊടിയിറക്കം. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും തെരഞ്ഞെടുത്തു. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കൌൺസിൽ സബ് കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ കുന്നംകുളത്തെ നഗരസഭാ കെട്ടിടങ്ങളുടെ ഭൌതിക സാഹചര്യവും കച്ചവട സൌഹാർദ്ദ അന്തരീക്ഷവും പരിശോധിക്കും. തീരുമാനം ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിന്റേത്. വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SSC മോർച്ച പ്രവർത്തകർ പന്തംകുളത്തെ സമരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.